അടുത്തതായി അവാർഡ് ദാനത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ സമാജത്തിലെ മിടുക്കന്മാരെയും മിടുക്കുകളെയും ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾക്കാണ് നമ്മൾ ഇന്നിവിടെ സമ്മാനം കൊടുക്കുന്നത്. ഈ അവാർഡെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ BMS രഘുകുമാർ അവർകളാണ്. അവാർഡ് നൽകുന്നതിനായി രഘുകുമാർ സാറിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അവാർഡ് ജേതാക്കൾ മാതാപിതാക്കളോടൊപ്പം സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. This award is sponsored by BMS Raghukumar sir. First, Gayatri Shriram, second PUC, State Board. Parvana Ramesh, 10th, CBSE. Avantika R. Nair, 10th, ICSE. കുട്ടികളോടൊപ്പം മാതാപിതാക്കളും കടന്നു വരിക. ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഇവരൊക്കെ നല്ല മാർക്ക് മേടിച്ച് വിജയം കരസ്ഥമാക്കിയവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വാല്യൂബിൾ. പ്ലീസ് ഗിവ് എ റൗണ്ട് ലൗഡ് ഓഫ് അപ്ലോസ് ടു ഓൾ ദ അച്ചീവേഴ്സ് ഹിയർ. Shrishma B, second PUC, State. Nandana Anil, second PUC, State. Madhumati Rajesh, second PUC, State. Madhumita Rajesh, second PUC, State. Unnikrishnan AR, second PUC, State. Anne Maria Ajit, second PUC, State. Madhumita Rajesh, second PUC, State. Anne Maria Ajit, second PUC, State. Shreya Warrior, 10th, CBSE. Rohan R. Pillai, 10th, CBSE. Anirudh KS, 10th, CBSE. Adarsh S, 10th, ICSE. Adarsh S, 10th, ICSE. Akshaj K. Venugopal, 10th, ICSE. Diya Nirmal, 10th, ICSE.
GCSE. Thank you so much. So thank you, and once again congratulations to all the achievers. You people keep going and do your best. മറുനാടൻ മലയാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പ്രോഗ്രാമാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ്റെ നേതൃത്വത്തിൽ ലോകമെമ്പാടും മലയാളം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബംഗളൂരിൽ മലയാളം മിഷൻ്റെ മലയാളം ക്ലാസ്സുകൾ ഏകദേശം 150ഓളം സെൻറ്ററുകളിൽ നടന്നു വരുന്നു. നമ്മുടെ സമാജത്തിൽ 2017 മുതൽ മലയാളം ക്ലാസ്സുകൾ നടന്നു വരുന്നു. നമ്മുടെ സമാജത്തിൽ മലയാളം ക്ലാസ്സുകൾ ആരംഭിച്ചത് 2017 അന്ന് മുതൽ നമ്മുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി വളരെയധികം അർപ്പണബോധത്തോടെ നിസ്വാർത്ഥമായി സേവനം ചെയ്യുവാനായിട്ട് കുറച്ച് ടീച്ചേഴ്സ് മുന്നോട്ട് വന്നിരുന്നു. ഈ മലയാളം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ സേവനം വളരെ മാതൃകാപരമാണ്. അവരോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മുടെ സമാജം അടുത്തതായി നമ്മുടെ മലയാളം മിഷൻ ടീച്ചേഴ്സിനെ ആദരിക്കുന്നു. ടീച്ചേഴ്സിനെ ആദരിക്കുന്നതിനായി സമാജം EC മെമ്പർ ശ്രീ രാകേഷ് അവർകളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പേര് വിളിക്കുമ്പോൾ ടീച്ചേഴ്സ് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജിഷ MP, നല്ലൊരു കൈയടി കൊടുക്കാം. ഇവർ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളത് കണ്ട് മനസ്സിലാക്കി അവരുടെ അർപ്പണബോധത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇത് മിഷൻ മനസ്സിലാക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. So once again, congratulations to all the dedicated teachers over here. A big round of applause. അടുത്തതായി ജയശ്രീ KB, Mrs. ജയശ്രീ KB. അടുത്തതായി നീതുമോൾ KS. നീതുമോൾ KS. അടുത്തത് ശ്രീപ ശ്രീരാജ്. ശ്രീപ ശ്രീരാജ്. അടുത്തത് നിഷ KT. നിഷ KT. താങ്ക് യു രാകേഷ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരുടെയും ആതുര സേവനത്തിന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു. മലയാള മിഷനിൽ പഠിക്കുന്ന 2 കുട്ടികളെ പ്രത്യേകമായി നമ്മൾ ഇപ്പോൾ ആദരിക്കുകയാണ്. മലയാള മിഷൻ നടത്തിയ നീലക്കുറിഞ്ഞി പരീക്ഷയിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് ആദ്യമായി പാസ്സായ ആവണി രമേശ്. ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് BMS രഘുകുമാർ സാറാണ്. ആവണി രമേശിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെ ആദരിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് ജിജോ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മലയാള മിഷൻ നടത്തിയ സുഗതാഞ്ജലി കാവ്യ ആലാപനത്തിൽ കർണാടക ചാപ്റ്റർ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ
ആനയ വിനീഷിനെയാണ് അടുത്തതായി ആദരിക്കാൻ പോകുന്നത്. അനയ വിനീഷ്. അതോടൊപ്പം മലയാള മിഷനിൽ പഠിക്കുന്ന വിവിധ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് ഇപ്പോൾ. പേര് വിളിക്കുമ്പോൾ കുട്ടികൾ വേഗം തന്നെ സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് വിതരണം ചെയ്യുന്നത്. ജിജോ സാർ ആദരിക്കുന്നതിനായി സ്റ്റേജിൽ തന്നെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആമ്പൽ വിഭാഗത്തിൽപ്പെട്ട അൻഷിത ബി, പാർവണ രമേശ്. ആമ്പൽ വിഭാഗത്തിൽപ്പെട്ട അൻഷിത ബി, പാർവണ രമേശ്. സൂര്യകാന്തി വിഭാഗത്തിൽപ്പെട്ട അദിതി എസ് ആചാര്യ, കനിഷ്ക് എസ് കന്നിവേലി, മൈഥിലി ദീപു കൃഷ്ണ, മുഹമ്മദ് ഇഷാൻ, മുഹമ്മദ് സയാൻ. കണിക്കൊന്ത വിഭാഗത്തിൽപ്പെട്ട ആദിദേവ് എ, അദ്വിക് റിജുൽ, അനയ വിനീഷ്, അഭിനവ് ആർ, ദേവന ആർ വിപേഷ്, ഇഷിക കൂടാലി, സാൻവി സൂരജ്, ബിഹാൻ വേദിക് എം. രണ്ടായിരത്തി 14 നടന്ന സുഗതാഞ്ജലി മത്സരത്തിൻ്റെ വിജയികളെയാണ് ഇപ്പോൾ നമ്മൾ ആദരിക്കാൻ പോകുന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ അനയ വിനീഷ്, ഫസ്റ്റ് പ്രൈസ് അനയ വിനീഷ്. സബ് ജൂനിയർ ലെവൽ അനയ വിനീഷ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് സാൻവി സൂരജ്. ജൂനിയർ ലെവൽ ഫസ്റ്റ് പ്രൈസ് മൈഥിലി ദീപു കൃഷ്ണ. ഓക്കെ, മൈഥിലി ദീപു കൃഷ്ണ വീണ്ടും ഒരു സമ്മാനത്തിന് അർഹയാണ്. ചാപ്റ്റർ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയതും മൈഥിലി ദീപു കൃഷ്ണ തന്നെയാണ്. സാൻവി സുരേഷിനുള്ള സർട്ടിഫിക്കറ്റ് ജിജു സാർ കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു.